Good afternoon. Good afternoon, teacher. Good afternoon. ഇന്നലെ ആരെയും കണ്ടില്ലല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നില്ലേ നിങ്ങളൊന്നും ലൈവില്? ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു ടീച്ചർ. രണ്ടുപേരും ഒരാളായിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. ഓക്കെ, ഇന്നലെ നമ്മള് അപ്പോ ഒരു ചാപ്റ്റർ തീർത്തിട്ടോ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കണ്ടായിരുന്നോ? റെക്കോർഡ് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. മനസ്സിലായോ? മനസ്സിലായി. കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിന്ന് പുതിയ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നേ. ചാപ്റ്റർ 13 ആണ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ, ICU. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ICU എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും ICU ഒക്കെ. അപ്പൊ അതിനകത്തുള്ളിലത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A unit in a hospital that provides intensive care for critically ill or injured persons, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. Patients may be referred either directly from an emergency department or from a ward if their condition rapidly or immediately after surgery if the surgery is very invasive and the patient is at high risk of complications. അതായത് ഒരു യൂണിറ്റ്, അതായത് ഒരു ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണല്ലേ. പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള ഒരു റൂമാണ് ഈ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് അവര് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പീപ്പിൾ ആണ് അല്ലെ. അതായത് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ള, ഗുരുതരമായിട്ടുള്ള കണ്ടീഷനിലുള്ള ആളുകളാണ് വരുന്നത് അവിടെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. കൂടാതെ പരിക്കേറ്റ പേഷ്യൻസ് അല്ലെ, ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുള്ള പേഷ്യൻസിനെയും അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ICUവില് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ICU ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? ആ ഒരു ICUവില് ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി അതുകൂടാതെ അതിനു വേണ്ടിയിട്ടുള്ള, അതായത് ICUവിൽ സജ്ജീകരിച്ചിട്ടുള്ള എല്ലാവിധ എക്യുപ്മെന്റ്സുകളും അല്ലെ. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടല്ലേ, പിക്ചറിൽ കാണുന്നില്ലേ ഇവിടെ? എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അവിടെ ഉള്ളത്? മോണിറ്ററിംഗ്, എല്ലാവരും എന്താണ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത് അല്ലെ. അതായത് ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സജ്ജീകരണങ്ങളും ആ ഒരു ICUവിൽ ഉണ്ടാകും. അപ്പോ ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്, കൂടാതെ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് ICUവിൽ കിടക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഇൽഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ഇൻജുവേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ ഇവർക്ക് എന്താണ് നിരന്തരമായിട്ട് എന്ത് വേണം? അവർക്ക് ജീവൻ രക്ഷാ മാർഗങ്ങൾ, അതായത് ലൈഫ് സപ്പോർട്ട് സർവീസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അവരെ നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് മോണിറ്ററിങ് ആണ് എന്ത് പറയുന്നത് ICUവിലെ പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി പേഷ്യൻസ് എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു ICUവിലേക്ക് ഷിഫ്റ്റ് ആവുന്നതെന്ന് നോക്കാം നമുക്ക്. അതായത് പേഷ്യൻസ് മേ ബി റെഫേർഡ് either ഡയറക്ട്ലി ഫ്രം ആൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പേഷ്യൻസ് എന്ത് ചെയ്യാം? പേഷ്യൻസിനെ ICUവിലേക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് അവരുടെ കണ്ടീഷനിൽ അധികം വ്യത്യാസങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാം? നമ്മൾ നേരിട്ട് എന്താ ചെയ്യുന്നത്? ICUവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ചില പേഷ്യൻസ് ആണെങ്കിൽ വാർഡിൽ നിന്ന് അവരെ ഷിഫ്റ്റ് ചെയ്യാം, അവരുടെ കണ്ടീഷൻ മോശമാകുമ്പോൾ കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു രോഗവുമായിട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മളവിടെ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക. നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ എന്താണ് കുഴപ്പമുണ്ടായെന്ന് വരില്ല. പിന്നെ പെട്ടെന്ന് ആളുടെ മെഡിക്കൽ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ ആളിൽ എന്ത് ചെയ്യും? നമ്മള് ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ആകും, അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? വാർഡിൽ നിന്ന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യും? ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു പറയുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി ദ സർജറി ഈസ് വെരി ഇൻവേസീവ് ആൻഡ് ദ പേഷ്യൻസ് ഈസ് ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ. പിന്നെ ചില പേഷ്യൻസിൽ എന്താണ് സർജറിക്ക് ശേഷം അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാകാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഹൈ റിസ്കി ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട്?
ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കലി എന്താണ് കുറച്ച് മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ട് മാത്രം സജ്ജീകരിച്ച ഒരു റൂം ആണെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫുകളായാലും എക്യുപ്മെന്റ്സുകളായാലും എല്ലാവരും എന്താണ് ഇൻഡിവിജ്വലി കെയർ കൊടുക്കുന്ന ഒരു ഏരിയ ആണെന്ന് പറയുന്നത് ഈ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പാരാഗ്രാഫ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പോയിന്റ് പറയാം കേട്ടോ. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കിക്കോളൂ കേട്ടോ. അപ്പൊ ICU എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഇൽ അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് പേഴ്സൺസിനെയാണ് അവിടെ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നെ ICUയിൽ എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ എക്യുപ്മെന്റ്സുകളും ഉണ്ടാകും. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പേഷ്യൻസ് എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു ICUയിലേക്ക് വരുന്നത്? ഒന്നില്ലെങ്കിൽ എന്താണ് പേഷ്യൻസിനെ നമുക്ക് എന്താണ് അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് പേഷ്യൻസിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ വാർഡിൽ നിന്ന് എന്ത് ചെയ്യും പേഷ്യൻസിനെ കൊണ്ടുവരും. വാർഡിൽ നിന്ന് പറഞ്ഞാല് അവരുടെ കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ വാർഡിൽ നിന്ന് ICUയിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ ചില സർജറികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് എന്താ പറയാ സ്റ്റേബിൾ അല്ലാത്ത ഒരു രീതിയിലാവാറുണ്ട്. അതായത് കുറച്ച് സ്റ്റേബിൾ അല്ലാത്ത കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ആവാറുണ്ട്. അപ്പൊ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള, അതായത് സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ അവരെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ ഒരു റൂമിലേക്ക് മാറ്റാറുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. ആരൊക്കെയാണ് ICUയിൽ കെയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ആർക്കൊക്കെയാണ് ICUയിൽ കെയർ കൊടുക്കുന്നത്? പേഷ്യൻസ് മേ ഹാവ് എ പ്ലാൻഡ് അഡ്മിഷൻ ആഫ്റ്റർ സർജറി, an unexpected admission after an accident, or to be admitted due to sudden and critical worsening of their health. Some hospital ICUs specialize in providing care for particular health condition or injuries that include. അതായത് ചില കേസുകളിൽ പേഷ്യൻസ് പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷൻ അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയിരിക്കുള്ളൂ. അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് സർജറി ഒക്കെ കഴിയുന്നുണ്ടാവും. പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. സർജറിക്ക് വേണ്ടിയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ട്, അതായത് പ്ലാൻഡ് ആയിട്ട് ചെന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഉണ്ടാവുക, നമുക്ക് നമ്മുടെ കണ്ടീഷൻ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമ്മൾ ICUയിലേക്കാണ് മാറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരാറുണ്ട് കേട്ടോ. പ്ലാൻഡ് അഡ്മിഷന് ശേഷം, അതും സർജറിക്ക് ശേഷം ഇങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അല്ലാത്ത രീതിയിലാണെങ്കിൽ അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ, അതായത് ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ഉണ്ടാവുക, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പേഷ്യൻസിനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ICUയിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സഡൻ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള ആളുകളെയാണ് എവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്, ഈ ഒരു ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി ചില ഹോസ്പിറ്റൽ ICU എന്ന് പറയുന്നത് ചിലത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാകും. അതായത് ചില പർട്ടിക്കുലർ കണ്ടീഷനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക രീതിയിലുള്ള ICUs എവിടെ അവൈലബിൾ ആണ്, ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചില ICUകളാണ് കേട്ടോ താഴെ പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ICUകൾ ഹോസ്പിറ്റലുകളിൽ ഫങ്ഷനിങ് ആണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് സിവിയർ ബേൺസ് കേട്ടോ. അതായത് എന്താണ് സിവിയർ ബേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മീനിങ് പറഞ്ഞ ആരെങ്കിലും ഒന്ന്? സിവിയർ ബേൺസ് തീപ്പൊള്ളൽ കേട്ടിട്ടുള്ള ഇത് കേട്ടോ. തീപ്പൊള്ളലിനെ കേട്ടിട്ടില്ലേ നിങ്ങള്? തീപ്പൊള്ളൽ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകളെയൊക്കെ എവിടെയാ കൊണ്ടുവരുന്നത്? ഈ ഒരു ICUയിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഇനി
രണ്ടാമത്തെന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഫെയിലിയർ. നമ്മുടെ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ടുള്ള അതിനൊക്കെ ഡാമേജ് സംഭവിച്ചാൽ അങ്ങനെയുള്ള ആളുകളെ എവിടെ കൊണ്ടുവരുന്നുണ്ട്? ഐസിയുവിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി കാർഡിയോ തൊറാസിസ് സർജറി, അതായത് കാർഡിയോ തൊറാസിസ് സർജറി എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലൂറ ശ്വാസകോശം ഇവയുമായി ബന്ധപ്പെട്ട് ഓപ്പൺ സർജറിയാണ് കാർഡിയോ തൊറാസിസ് സർജറി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിനെ എവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്? അത് കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ RFCയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി കോംപ്ലക്സ് സ്പൈനൽ സർജറി, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് സ്പൈനലുമായിട്ട് നമ്മുടെ നട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളെയും ഈ ഒരു ICUയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇനി മേജർ ട്രോമ, ഗുരുതരമായിട്ടുള്ള പരിക്കുകളുള്ള ആളുകളെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, അല്ലെ, നമ്മുടെ ബോഡിയിൽ എന്താണ്, കിഡ്നി ഉണ്ട്, അതുപോലെ ഹാർട്ട് ഉണ്ട്, അങ്ങനെ എന്താണ് പലതരം ഓർഗൻസ് ഉണ്ട്, അല്ലെ. ഇത് രോഗിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, അതായത് പുതിയ ഒരാളുടെ ബോഡിയിൽ നിന്ന് മറ്റൊരാളുടെ ബോഡിയിലേക്ക് ഒരു സാധനം വെച്ച് പിടിപ്പിക്കുകയാണ്, അല്ലെ. അപ്പൊ അതുമായിട്ട് അതിനെ ആ ബോഡി ഒന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അഡാപ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം വരെ. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഹൃദയം മറ്റൊരാളിൽ വെച്ച് പിടിപ്പിച്ചു, പക്ഷെ ആൾ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ബോഡിക്ക് എന്താണ്, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്. മറ്റുള്ള ഒരാളുടെ ഹൃദയമാണ് നമ്മുടെ ഉള്ളിൽ വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ എന്താണ്, അത് ഒന്നുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ ഒരു 24 അല്ലെങ്കിൽ 48 മണിക്കൂർ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ പേഷ്യൻസിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒബ്സർവേഷനും കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ICUയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി സ്പെസിസ് ആണ്. സ്പെസിസ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ രോഗത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അണുബാധയ്ക്കെതിരെ പോരാടാനായിട്ട് രക്തപ്രവാഹത്തില് പുറത്തുവിടുന്ന രാസവസ്തുക്കൾ ശരീരത്തിലുടനീളം വീക്കം ഉണ്ടാക്കുമ്പോഴാണ് സ്പെസിസ് ഉണ്ടാകുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ രോഗം വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാല് എന്താണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ എന്താണ്, ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ മൊത്തം എന്ത് ചെയ്യും, വീക്കം ഉണ്ടാക്കും. ഈ ഒരു വീക്കത്തെയാണ് എന്ത് പറയുന്നത്, സ്പെസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോ ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ, വേറെ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഒരു വീക്കം ഉണ്ടാകും. ഓക്കെ, അതായത് നമ്മുടെ ബോഡി സാധാരണ നീര് വെക്കും എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്, സ്പെസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ആ ഒരു കണ്ടീഷനിലുള്ള പേഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ICUയിലേക്ക് കൊണ്ടുവരും. ഇനി കാർഡിയാക് അറസ്റ്റ്, അപ്പൊ നമുക്കറിയാം അല്ലെ, ഹൃദയസ്പന്ദനം അല്ലെ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോ കാർഡിയാക് അറസ്റ്റ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ പ്രത്യേകം ഈ ഒരു ICUയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ICUകൾ ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇപ്പൊ സിവിയർ ബേൺസ് ആയാലും, റെസ്പിറേറ്ററി ഫെയിലിയർ ആയാലും, അല്ലെങ്കിൽ കാർഡിയോ തൊറാസിസ് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്ഫേഴ്സ്, സ്പെസിസ്, കാർഡിയാക് അറസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ICUകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ ടൈപ്സ് ഓഫ് ICU. അത് നമ്മൾ സാധാരണ കാണാറുള്ള ICUകൾ ഏതൊക്കെയാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ICUകൾ ഉണ്ട്, അവിടെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളുമാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കാണാറുള്ള അങ്ങനത്തെ ടൈപ്പുള്ള ICUകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. CICU എന്നാ പറയാ കേട്ടോ, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതായത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ രോഗങ്ങൾ ബാധിച്ചവര്, നമ്മുടെ കാർഡിയാക്കും നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവരെ ട്രീറ്റ് ചെയ്യുന്ന പ്രത്യേക രീതിയിലുള്ള ICU ആണത് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് കാർഡിയോ വസ്കുലാർ തൊറാസിസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു CVTS ICU, അതായത് നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ ശ്വാസകോശം, അതുപോലെ തന്നെ പ്ലൂറ
എന്നീ അവയവങ്ങൾ തുറന്ന് സർജറി ചെയ്യുന്ന ഒരു ഇതാണത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിന്റെ സർജറി കഴിയുമ്പോൾ അവരെ നേരെ കൊണ്ടുവരുന്നതിലോട്ടാണ് ഈ ഒരു CVTS ICUയിലോട്ടാണ് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നിങ്ങൾക്കറിയാം GICU, നമ്മുടെ ഗ്യാസ്ട്രോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ വയറൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ സർജറിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇപ്പൊ നമുക്ക് സാധാരണ എന്തെങ്കിലും ഒരു സാധാരണ അസുഖം, പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, നമ്മുടെ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ക്രിട്ടിക്കൽ ആവുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതാണ് MICU അഥവാ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ഇനി 5th വൺ എന്ന് പറയുന്നത് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അതായത് നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ICU ആണ്. അവരുടെ ഇപ്പോ നവജാത ശിശുക്കളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാല് കുട്ടിയെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, NICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ടാവുക. അപ്പൊ കുട്ടിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് കുറവോ അല്ലെങ്കിൽ മഞ്ഞപ്പ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുട്ടികളിൽ എന്തെങ്കിലും അതായത് ഒരു ബർത്തില് ജനിച്ച ഉടനെ തന്നെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കണ്ടു കഴിഞ്ഞാൽ NICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് പതിവ് കേട്ടോ. ഇനി ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമ്മുടെ ഞരമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ, നമ്മുടെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ന്യൂറോ എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇനി 7th വൺ എന്ന് പറയുന്നത് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്, അഥവാ PICU എന്നാ പറയാ, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിനെ. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ കുട്ടികളിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ചുള്ള ഒരു ICU ആണ് ഈ ഒരു PICU എന്ന് പറയുന്നത്. ഇനി 8th വൺ എന്ന് പറയുന്നത് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്, SICU കേട്ടോ. അതായത് സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് പ്രവേശിപ്പിക്കുന്നത്. ഇനി ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അതായത് ട്രോമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ആണ് ആളുകൾക്ക് പേഷ്യൻസിനുള്ളതെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. ഓക്കെ, മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങള്? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കേ നിങ്ങള്. ഇത്രയും വരെ ഒന്ന് ഞാൻ എടുത്തതൊന്ന് വായിച്ചു വെക്കേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് കേട്ടോ. ഓക്കെ, അതായത് ആ ഒരു ICUവിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ICUവിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓപ്പൺ യൂണിറ്റ് ആണ് കേട്ടോ. ഓപ്പൺ യൂണിറ്റ്.
All attending physicians may admit and care of patients. Triage decision falls on director of ICU when there is bed or staff shortage. The major drawback of this concept is that these physicians might not have received specialized training, or managing critically ill patients is the major drawback of this concept. അതായത് ഈ ഒരു ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുന്നത് പങ്കെടുക്കുന്ന എല്ലാ ഫിസിഷ്യന്മാരും, അതായത് രോഗികളെ ഐസിയുയിൽ നോക്കുന്ന എല്ലാ ഫിസിഷ്യന്മാരും എന്ത് ചെയ്യുന്നുണ്ട്, രോഗികളെ ഐസിയുയിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് തന്നെ രോഗികൾ വരുമ്പോൾ അവരെ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിസിഷ്യന്മാര് അവരുടെ ഡോക്ടേഴ്സ് രോഗികളെ ഐസിയുയിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇനി അവരെന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കെയറും കാര്യങ്ങളും കൊടുക്കും. ഇനി കിടക്കകളുടെയോ അതുപോലെ തന്നെ ജീവനക്കാരുടെയോ കുറവുണ്ടാകുമ്പോൾ ഏതൊക്കെ രോഗികളെ ആദ്യം പരിചരിക്കണം എന്ന ട്രയേജ് തീരുമാനം ഐസിയുവിന്റെ ഡയറക്ടറുടെ മേലിലാണ് വരിക എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡോക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനെ നോക്കുകയും അവരെ ഐസിയുയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കെയറും കൊടുക്കുന്നുണ്ട്. ഇനി ബെഡിനോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഐസിയുയിലുള്ള ജീവനക്കാർക്ക് എന്തെങ്കിലും കുറവുണ്ടാവുകയാണെങ്കിൽ എന്താണ്, ഏതൊക്കെ രോഗികളെ പരിചരിക്കണം എന്നുള്ളൊരു തീരുമാനം ആർക്കാണ് അവിടെ എടുക്കാൻ കഴിയുക? അത് ഐസിയുവിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾക്കാണ് എടുക്കാൻ കഴിയുക. ചിലപ്പോൾ ചില പേഷ്യൻസ് എന്താണ് സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ടാവും, അപ്പൊ അവരെ ഉടനെ തന്നെ എന്ത് ചെയ്യും, വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം കിടക്കകൾ ഷോർട്ടേജ് ഐസിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ ആദ്യം ആർക്കാണോ കെയർ കൊടുക്കേണ്ടത് അവരെ കൂടുതൽ ആ ഒരു ഐസിയുയിൽ കിടത്തി കെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പേഷ്യൻസിനെ അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ ഷിഫ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഓപ്പൺ യൂണിറ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓപ്പൺ യൂണിറ്റിന് ഒരു പോരായ്മയുണ്ട്, ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രത്യേക പരിശീലനം ഈ ഡോക്ടർമാർക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞിവിടെ എല്ലാ ഡോക്ടർമാരും രോഗികളെ നോക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, ഐസിയുയിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ എന്താണ്, അവർക്ക് പ്രോപ്പർ ആയിട്ടൊരു ട്രെയിനിങ് ഇതിനെ കുറിച്ചിട്ട് ലഭിച്ചിട്ടില്ല. ഐസിയുയിൽ ഇങ്ങനെയാണ് സർവീസ് നടത്തുന്നത്, രോഗികൾ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും ട്രെയിനിങ്ങും ഒന്നും ഏത് ഡോക്ടർമാർക്ക് ലഭിച്ചിട്ടില്ല, ഈ ഒരു ഡോക്ടേഴ്സിന് ലഭിച്ചിട്ടില്ല. അതാണ് ഓപ്പൺ യൂണിറ്റിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഓപ്പൺ യൂണിറ്റിലാണ് ഐസിയുവില് കിടക്കുന്ന പേഷ്യൻസിനെ ആർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനം അത് ഐസിയു ഡയറക്ടറിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, ഓപ്പൺ യൂണിറ്റ് മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് യൂണിറ്റ് ആണ് കേട്ടോ. The directors and or associates are accountable for all admission and discharge. Once the patient is admitted, the unit team takes care of by collaborating with admitting team for efficient patient care. Closed units may be helpful for the following reasons: more timely patient evaluation and treatment initiation. Intensives are specifically skilled in treating critically ill patients. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരിക, ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റ് വരിക കേട്ടോ. ഓപ്പൺ യൂണിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഈ ഒരു ഇവിടെയുള്ള ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റ് ആണെങ്കിൽ ഐസിയുവിന്റെ തന്നെ കാറ്റഗറീസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് ആണെങ്കിൽ അഡ്മിഷനും ഡിസ്ചാർജുകളും ഒക്കെ എന്താണ് ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സിനും അതുകൂടാതെ അസോസിയേറ്റ്സിനും ഒക്കെ എന്താണ് ഉത്തരവാദിത്വമുണ്ട്. അതായത് ആ ഒരു ഐസിയുവിന്റെ ഡയറക്ടേഴ്സ് ഉണ്ടാവും, അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അവർക്കൊക്കെ എന്തുണ്ട്, ഉത്തരവാദിത്വം ഉണ്ട്. അതായത് ഈ ഐസിയുയിൽ വരുന്ന പേഷ്യൻസിന് ആരൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇവരുടെ മേലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി രോഗിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് കാര്യക്ഷമതയുള്ള രോഗിയെ അഡ്മിറ്റ് ചെയ്യുന്ന ടീമുമായി സഹകരിച്ച് യൂണിറ്റ് ടീം കേസ് എടുക്കുന്നു. അപ്പൊ അതായത് രോഗികള് ഇങ്ങനെ ക്ലോസ്ഡ് യൂണിറ്റിലേക്ക്, അതായത് ഈ ഒരു ഐസിയുയിലേക്ക് രോഗികൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് സഹകരിച്ചിട്ടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഇനി ക്ലോസ്ഡ് യൂണിറ്റ് കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട്, അതായത് ചില ബെനിഫിറ്റുകൾ ഉണ്ട് ക്ലോസ്ഡ് യൂണിറ്റിന്റെ. അതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതായത് കൂടുതൽ സമയം എടുത്തുകൊണ്ട് രോഗികൾ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്പൺ യൂണിറ്റിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ സമയം എടുത്തുകൊണ്ട് രോഗി എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റിലൂടെ സാധിക്കും. ഇനി ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സിക്കുന്നതിൽ തീവ്ര വിദഗ്ധർ പ്രത്യേക വൈദഗ്ധ്യമുള്ളവരാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഓപ്പൺ യൂണിറ്റിലാവുമ്പോൾ എന്താണ് അവർക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ ഡോക്ടേഴ്സിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ലഭിക്കുന്നില്ല അവിടെയുള്ള പേഷ്യൻസിനെ നോക്കാനായിട്ട്. എന്നാൽ നമ്മൾ നേരെ ക്ലോസ്ഡ് യൂണിറ്റിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്, അതായത് അവിടെയുള്ള ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഗൈഡൻസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കിട്ടിയോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മനസ്സിലായോ? ഒന്ന് പറഞ്ഞു തന്നാല്. ഓപ്പൺ യൂണിറ്റ് ഒരാള് പറഞ്ഞേ, തുഷാരൊന്ന് ഓപ്പൺ യൂണിറ്റ് പറഞ്ഞേ. ഓപ്പൺ യൂണിറ്റ് ഫിസിഷ്യൻസ് ആണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നതും. ചാർജ് തീരുമാനിക്കുന്നത് ഡയറക്ടർ ഓഫ് ദ ICU ആയിരിക്കും. മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കിട്ടിയവരായിരിക്കത്തില്ല. അപ്പൊ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും. ഓപ്പൺ യൂണിറ്റ്. ഓക്കെ, ഇനി ആരാ പറയാ? ഷാരൻ ഉണ്ടോ? ഷാരോൺ ഒന്ന് പറഞ്ഞേ ക്ലോസ്ഡ് യൂണിറ്റ്. ക്ലോസ് പറ. അവർക്ക് വേണ്ട കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് ഒക്കെ കൂടുതൽ സമയം എടുത്ത് ട്രീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അതായത് നമ്മള് ഓപ്പൺ യൂണിറ്റിൽ പറഞ്ഞപ്പോൾ ഫിസിഷ്യന്മാർക്കാണ് എന്ത് ചെയ്യുന്നത്, രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉള്ളത്, അനുവാദമൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ അസോസിയേറ്റ്സിനും എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നേ, എന്താ ബെനിഫിറ്റ് എന്താണ് ക്ലോസ്ഡ് യൂണിറ്റിനുള്ള? ക്ലോസ്ഡ് യൂണിറ്റിനുള്ള ബെനിഫിറ്റ് എന്താ? കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് രോഗികളെ ഒബ്സർവ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്ലോസ്ഡ് യൂണിറ്റിന് കഴിയുന്നുണ്ട് അല്ലെ. കൂടുതൽ ടൈം എടുത്തുകൊണ്ട് രോഗിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യലൈസ്ഡ് കെയർ, അതായത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഈ ഒരു ക്ലോസ്ഡ് യൂണിറ്റില് ട്രീറ്റ്മെന്റ് നടത്തും. ഇനി ഒന്നും കൂടി ഞാൻ പറയണ്ടല്ലോ, ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിംഗ് എങ്ങനെയാണ്, അവിടെയുള്ള സ്റ്റാഫുകൾ എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട് ഫസ്റ്റത്തെ കേട്ടോ. മെഡിക്കൽ സ്റ്റാഫ് അവിടെ ഈ ICUലുള്ള മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരാളെന്ന് പറയുന്നത് ICU ഇൻചാർജ് ആണ്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ICUലെ ചാർജ് നോക്കുന്ന ആളുണ്ടാവും. മെയിൻ ആയിട്ട് ഒരു എന്താണ് ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ടാവും. ICUല് ഇൻചാർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അയാളുടെ വേറൊരു പേരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി വേറൊരാളെന്ന് പറയുന്നത് റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും, സീനിയർ ആൻഡ് ജൂനിയർ കേട്ടോ. അതായത് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത് ICUലെ ഡോക്ടറെ. അത് സീനിയർ ഡോക്ടറും ആവാം അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടറും ആവാം, രണ്ടുപേരും ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞു ICU ഇൻചാർജ് ആണ്, ഇന്റൻസിവിസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തേത് റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്, അത് സീനിയറും ഉണ്ട് ജൂനിയറും ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU ടീം അല്ലെ. അതായത് റെസ്പിറേറ്ററി, നമ്മുടെ ശ്വാസോച്ഛ്വാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന, അത് മോണിറ്റർ ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ആള്, ഈ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അദ്ദേഹം എന്താണ്, ഒരു ICU ടീമിന്റെ എസെൻഷ്യൽ പാർട്ടാണെന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾക്ക് അറിയാം ICUലാണ് പേഷ്യൻസ് കിടക്കുന്നത്,
തനിയെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ട് കിടത്തുന്നത്, ഈ ഒരു ICU കൊണ്ട് കിടത്തുന്നത്. വെന്റിലേറ്ററിന്റെ ഒക്കെ സഹായത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ അവര് ശ്വസിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഏത് സമയവും നമുക്ക് എന്താണ് ഈ ഒരു നമ്മുടെ ശ്വാസം ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് ഒബ്സർവേഷൻ ആവശ്യമാണ്. അപ്പൊ എന്തായാലും അവിടെ ആരുണ്ടാവണം, ഈ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അയാൾ ഒരു ICU ടീമിന്റെ പാർട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നഴ്സിംഗ് സ്റ്റാഫ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാർ എല്ലായിടത്തും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്, ഈ ഒരു ICU-ലും ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയുള്ള നഴ്സുമാരായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ട, അതായത് ഹൈലി ട്രെയിൻഡ് ആൻഡ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ്, അതായത് വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് ഉയർന്ന നിലവാരത്തിലുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള നഴ്സുമാരായിരിക്കണം ഈ ഒരു ICU-ല് ജോലി ചെയ്യുന്നത്. ഇനി റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2, അതായത് ഈ ഒരു ICU-ലെ നഴ്സിന്റെയും പേഷ്യന്റെയും റേഷ്യോ അനുപാതം എന്ന് പറയുന്നത് ഒരു നഴ്സിന് ഒരു രോഗി അല്ലെങ്കിൽ ഒരു നഴ്സിന് 2 രോഗി, അങ്ങനെയുള്ള വിധത്തിലാണ് ഈ ഒരു റേഷ്യോ വരുന്നത് കേട്ടോ. നമ്മൾക്കിപ്പോ ഒരു വാർഡിൽ ചെന്നാൽ നമുക്ക് എന്താണ് 10 or 15 പേരെ നമുക്ക് ഒരു നഴ്സിനെ നോക്കാനായിട്ട് സാധിക്കും. എന്നാൽ ICU-ൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഒരു നഴ്സിന് ഒരു രോഗിയെയോ അല്ലെങ്കിൽ 2 രോഗിയോ മാത്രമേ കെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ റേഷ്യോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 or 1:2 ആണ്. ഇനി ഓക്സിലറി പേഴ്സണൽ, അതായത് സഹായ ഉദ്യോഗസ്ഥർ, അതായത് ഈ ICU-ൽ ഇത്രയും ആളുകളുണ്ട് അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്. ഇനി ഇവരെയൊക്കെ സഹായിക്കാനായിട്ട് ആരുണ്ട്, ഓക്സിലറി പേഴ്സണൽ ഉണ്ട്, സഹായ ഉദ്യോഗസ്ഥർ എന്നാണ് അവിടെ പറയാ കേട്ടോ. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്നത് ICU ടെക്നീഷ്യൻ ആണ്. ICU-ലെ കാര്യങ്ങൾ, അവിടുത്തെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്താണ് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനായിട്ടാണ് ആരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ICU ടെക്നീഷ്യൻസിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തേത് വരുന്നത് നഴ്സിംഗ് എയ്ഡ്സ് ആണ്, വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ആൻഡ് സ്വീപ്പേഴ്സ്. നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാ വരുന്നത്, നഴ്സിംഗ് എയ്ഡ്സിൽ വാർഡ് ബോയ്സ് വരാം, വാർഡ് ബോയ്കൾ അല്ലെ, അതുപോലെ തന്നെ ഫീമെയിൽ അറ്റൻഡർമാര് വരാം, പിന്നെ സ്വീപ്പേഴ്സ് അല്ലെ, അവിടെ തുടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ സമയം ക്ലീൻ ചെയ്യണമല്ലോ, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ വരുന്നത് ഓക്സിലറി പേഴ്സണലാണ് കേട്ടോ. അപ്പൊ സ്റ്റാഫിങ് നമ്മൾ നോക്കി, മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ഇനി ഓക്സിലറി പേഴ്സണലും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഇൻ ICU ആണ് കേട്ടോ. രജിസ്ട്രാർ ഇൻ ICU എന്ന് പറയുമ്പോൾ ആരാണെന്ന് നോക്കാം ആള്. One senior resident who becomes registrar post-MD will always be on duty. She can be consultant later after few years of attaining experience. അതായത് ഒരു രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു മുതിർന്ന അതായത് ഈ റെസിഡന്റ് എന്ന് പറഞ്ഞാല് താമസക്കാരനാണ് അർത്ഥം. അതായത് ICU-ൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡോക്ടറാണ് ഈ ഒരു രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഇയാള് ഡ്യൂട്ടിയിൽ ഉണ്ടാകും. ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന ആള് ICU-ൽ എപ്പോഴും ഡ്യൂട്ടിയിൽ ഉണ്ടാകും. അപ്പോ എന്താ പറയാ, വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കം രജിസ്ട്രാർ, സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയർ ഡോക്ടർ ആയിട്ടുള്ള ഒരാളെ ആണ് പിന്നീട് ആരാകുന്നത്, രജിസ്ട്രാർ ആകുന്നത് കേട്ടോ. പോസ്റ്റ് MD ചെയ്തിട്ടുള്ള ആളായിരിക്കും കേട്ടോ. അതായത് MBBS ഒക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് MD എടുത്തിട്ടുള്ള ആളായിരിക്കും ഈ രജിസ്ട്രാർഡ് വരുന്നത്. അയാൾ എപ്പോഴും അവിടെ ഉണ്ടാവും, ഈ ICU ഡ്യൂട്ടിയിൽ ഉണ്ടാകും. പിന്നെ ഒന്നില്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവനായിരിക്കും, അതായത് മെയിൽ ഓർ ഫീമെയിൽ ആർക്കും ആകാം ഇതല്ലേ, അതായത് പോസ്റ്റ് MD എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ICU-ലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ ഈ രജിസ്ട്രാർ ആക്കുന്നത്. ഇനി ഈ ഒരാളെന്ന് പറയുന്നത് ഈ ഒരു ICU-ലെ എക്സ്പീരിയൻസിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്ട്രാർ ആകുന്നുണ്ട്. ചിലപ്പോൾ പോസ്റ്റ് MD എടുക്കേണ്ട ആവശ്യം അയാൾക്ക് വരുന്നില്ല. അയാൾ എന്ത് ചെയ്യാണ്, കുറെ വർഷങ്ങളായിട്ട് ICU-ലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് പിന്നീട് എന്ത് ചെയ്യും, പ്രൊമോഷനായിട്ട് രജിസ്ട്രാർ എന്ന് പറയുന്ന ആ ഒരു പദവി കിട്ടും. ഓക്കെ, അതാണ് കേട്ടോ അവിടെ പറയുന്നേ. ഇനി ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഫോർ സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 10 hours ഡ്യൂട്ടിയാണ്. അപ്പോ
ഇപ്പൊ ആ ഒരു ICUയിലെ സീനിയർ ഡോക്ടർ ആയാലും ജൂനിയർ ഡോക്ടർ ആയാലും അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 hours ആണ് കേട്ടോ ICUയില്. കാരണം എന്താ, മാറി മാറി ചെയ്യണം അല്ലെ, 24 മണിക്കൂറും ഡ്യൂട്ടി ഉള്ള ഒരു സംഭവമാണ് ICU എന്ന് പറയുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്യാണ് 12 ഇൻറ്റു, അതായത് 2 ഹാഫ് ആയിട്ട് തിരിക്കണം. ഒരാള് 12 മണിക്കൂർ കയറിയാല് നെക്സ്റ്റ് വരുന്ന ആള് ബാക്കിയുള്ള 12 മണിക്കൂർ, അങ്ങനെ മൊത്തം 24 മണിക്കൂർ കേട്ടോ. അപ്പൊ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 12 മണിക്കൂറാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultants must be informed. അതായത് ഈ ഒരു ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന ആൾക്ക് എന്തിനുള്ള അവകാശമുണ്ട്, എമർജൻസി ട്രീറ്റ്മെന്റ് രോഗിയില് സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരം ഈ ഒരാൾക്കുണ്ട്. സീനിയർ ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ അവിടെ വന്ന് നോക്കുന്നുണ്ടാവാം രോഗിയെ, പക്ഷെ ചില അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി സിറ്റുവേഷനിൽ അവരില്ലാത്തൊരു സമയത്ത് ചിലപ്പോ ഇയാള് മാത്രമാണ് ആ ഒരു ICUയിൽ ഉള്ളതെങ്കിൽ ഇയാളാണ് എന്ത് എടുക്കേണ്ടത്, തീരുമാനം എടുക്കേണ്ടത്, ഇയാൾക്ക് എന്താണ് മരുന്ന് കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പൊ ഈ ഒരു സീനിയർ റെസിഡന്റിന് റൈറ്റ് ഉണ്ട് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ആ ഒരു ഇത് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫിസിഷ്യന്റെ ആവശ്യമൊന്നും വേണ്ട, അതിന് ഫിസിഷ്യന്റെ അനുവാദമൊന്നും വേണ്ട. അവരില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ അവരെ പിന്നീട് എന്ത് ചെയ്താൽ മതി, ഇൻഫോം ചെയ്താല് മതിയാകും. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഈ ഒരു രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ രജിസ്ട്രാർ ആരാണെന്ന്? മനസ്സിലായി അല്ലെ? ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന ആള് ഞാൻ പറഞ്ഞു ഇപ്പൊ അതായത് നിങ്ങളൊന്ന് ഇമേജ് ചെയ്താൽ മതി. ഇപ്പൊ MBBS കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, സ്റ്റുഡൻസ്, MBBS സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യാണ്, അവരവരുടെ ആഫ്റ്റർ അതായത് അവരുടെ അതായത് ഈ ഒരു MDയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ICUയിൽ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവരെന്താണ്, അവർക്കെന്താണ്, കുറെ നാള് ചിലപ്പോ ജോലി ചെയ്ത് കഴിയുമ്പോൾ അവർ ഈ ഒരു പദവിയിലെത്തും, ഈ ഒരു രജിസ്ട്രാർ എന്ന് പറയുന്ന ആ ഒരു പദവിയിലെത്തും. ഇനി അവർക്ക് എന്ത് ചെയ്യേണ്ട, ഡോക്ടറുമായിട്ട് കൂടിയാലോചിച്ച് ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല രോഗിക്ക്. അവർക്ക് എന്തെങ്കിലും എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ അവരുടെ ഡിസിഷൻ അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഇതുണ്ട്. പിന്നീട് സീനിയർ ഡോക്ടറെ ഇൻഫോം ചെയ്താൽ മതി. ഇനി ഈ ഒരു രജിസ്ട്രാർ എന്ന് പറയുന്ന ആള് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അതായത് സീനിയർ കൺസൾട്ടന്റ്മാർ എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ICUയിലൊക്കെ 2-3 ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ടാണ് രോഗികളെ വന്ന് പരിശോധിക്കുന്നത് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് ഒരു സീനിയർ ഡോക്ടർ എന്തായാലും ICUയിൽ ഉണ്ടാവും. അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രജിസ്ട്രാർ എന്ന് പറയുന്ന ഇതും ഒരു ഡോക്ടർ തന്നെയല്ലേ, ആളെന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രോഗിക്ക് ചില എമർജൻസി ഘട്ടങ്ങളാണെങ്കിൽ CPR കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡോട്രക്കിയൽ ഇൻറ്റ്യൂബേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, ETT അല്ലെ, എൻഡോട്രക്കിയൽ ആ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. പിന്നെ വെന്റിലേഷൻ അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്, ഈ ഒരു സീനിയർ റെസിഡന്റ് എന്ന് പറയുന്ന ഈ ഒരു രജിസ്ട്രാർ ആണ് കേട്ടോ. ഇനി ഇയാളുടെ യോഗ്യത എന്ന് പറയുന്നത് MBBS അല്ലെങ്കിൽ ICU എക്സ്പീരിയൻസ് അല്ലെങ്കിൽ MBBS ഓർ MD. അതിപ്പോ MD എന്ന് പറയുന്നത് മെഡിസിനിലാകാം, അല്ലെങ്കിൽ പൾമോയിലാകാം, അല്ലെങ്കിൽ അനസ്തേഷ്യയിലാകാം. ആ ഒരു ക്രിട്ടിക്കൽ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ഇതായാലും എന്ത് ചെയ്യാം, ഇയാൾക്ക് അതുമായിട്ട് MD എടുത്തിട്ട് ഈ ഒരു ICUയിൽ എന്ത് ചെയ്യാം, സേവനം അനുഷ്ഠിക്കാം. ഓക്കെ, മനസ്സിലായി ഇത്രയും കാര്യങ്ങള്? റിപ്ലൈ ഇല്ലല്ലോ, ക്ലിയർ ആയില്ലേ? സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അതൊന്ന് ചെറുതൊന്ന് ഷോർട്ട് ആയിട്ടൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. രജിസ്ട്രാർ ഇൻ ICU കേട്ടോ, രജിസ്ട്രാർ ഇൻ ICU. First point, to assist senior consultants.
To assist senior consultants. ഇനി രണ്ടാമത്തെ പോയിന്റ് എഴുതാം. To assist ICU procedures like to assist ICU procedures like CPR, endotracheal intubation, and management of ventilator, etc. And management of ventilator, etc. To assist ICU procedure like a CPR, endotracheal intubation, and management of ventilator, etc. താഴെയിട്ട് എഴുതാം. എലിജിബിലിറ്റി കേട്ടോ. എലിജിബിലിറ്റി എന്ന് എഴുതിയിട്ട് നേരെ ഒരു ഹൈഫൺ ഇടാം. MBBS with ICU experience. MBBS with ICU experience. Or MBBS plus MD. MBBS plus MD. ബ്രാക്കറ്റിൽ ഇടാം മെഡിസിൻ, പൾമോ, അനസ്തേഷ്യ. മെഡിസിൻ, പൾമോ, അനസ്തേഷ്യ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജൂനിയർ റെസിഡന്റ് ഇൻ ICU ആണ് കേട്ടോ. 1 ഡോക്ടർ ഇൻ ട്രെയിനിങ് ഡ്യൂറിങ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അതായത് ഒരു ഡോക്ടർ, അദ്ദേഹം എന്താണ് ട്രെയിനിങ്ങിലുള്ള ആളായിരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പീരീഡിലാണ് ആരാകുന്നത്, ഈ ഒരു ജൂനിയർ റെസിഡന്റ് ആണ് ആവുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രാർ ആണ് പറഞ്ഞത് അല്ലെ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് MBBS അല്ലെങ്കിൽ എന്താണ് ICU എക്സ്പീരിയൻസ് അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ MD ആണ് പറയുന്നത്. ഇനി ഈ ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്ന ആളെന്താണ്, അതായത് പരിശീലനത്തിലുള്ള ആളാണ്. ഓക്കെ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന ഡോക്ടറെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഒരു ജൂനിയർ റെസിഡന്റ് ആക്കുന്നത് ICUല് കേട്ടോ. അപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ ഒരു ജൂനിയർ റെസിഡന്റ് എപ്പോഴും എന്തുണ്ടാവും, ഈ ഒരു ICUല് ഡ്യൂട്ടിയിൽ ഉണ്ടാവും. നിങ്ങളിപ്പോ ICUലേക്ക് കയറിയാൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ചുറ്റുപാടിലൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ധാരാളം ആളുകൾ എന്നല്ല, ധാരാളം സ്റ്റുഡൻസ് ഈ MBBS പഠിക്കുന്ന അല്ലെങ്കിൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് ICUല് വന്നിട്ട് ഡ്യൂട്ടി നോക്കാറുണ്ട്. അപ്പോ ഒരു പ്രത്യേക, അതായത് ഒരാളെ അവര് പ്രത്യേകം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ICUല് ഡെയിലി ഷിഫ്റ്റിനായിട്ട് കേട്ടോ. നിരന്തരം അവിടെ ആള് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവും. അപ്പോ മനസ്സിലാക്കി വെക്കുക, പോസ്റ്റ് ഗ്രാജുവേഷൻ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ് എന്ത് ചെയ്യുന്നത്, ജൂനിയർ റെസിഡന്റ് ആക്കുന്നത് ICUല്. ഓക്കെ, ഇനി ഇയാളുടെ ഈ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡേയും നൈറ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇനി the duty would include keeping patients record while in ICU and preparing summaries. അതായത് ഇയാളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ICUലായിരിക്കുമ്പോൾ രോഗികളുടെ രേഖകൾ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ സമ്മറീസ്, രോഗികളുടെ സമ്മറീസ് റെഡിയാക്കുന്നതും
ഇയാളുടെ ഒരു ഡ്യൂട്ടിയിൽ വിടുന്നതാണ്. ICUയിൽ വരുന്ന ആ ഒരു സീനിയർ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സമ്മറി ഒക്കെ റെഡിയാക്കണം എന്നില്ല. പകരം ആളുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജൂനിയർ റെസിഡന്റ് ആ പേഷ്യന്റിന്റെ സമ്മറി റെഡിയാക്കുന്നതും പിന്നെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ഈ ഒരു ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് വായിച്ചിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. To optimize ICU resource and enhance outcomes, ICU admission should be guided on the basis of a combination of factors. അതായത് ICUയിൽ ചില അഡ്മിഷൻ ക്രൈറ്റീരിയകളും കാര്യങ്ങളും ഉണ്ട്. അതാണ് താഴെ പറയുന്നത് കേട്ടോ. പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് പേഷ്യന്റിന്റെ സിവിയറിറ്റി, അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മോശം അവസ്ഥയിൽപ്പെട്ട രോഗിയാണെങ്കിൽ അയാൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്കാണ് അവിടെ കെയർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ രോഗിയുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ICUയിൽ മുൻഗണന കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ട് തെറാപ്പീസ്. അതായത് ജീവന് സഹായകമായിട്ടുള്ള ചികിത്സകള്, അതായത് രോഗികളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അയാളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ പേഷ്യന്റിന് എന്ത് ചികിത്സാ സഹായങ്ങളാണോ വേണ്ടത് അതവിടെ ചെയ്ത് കൊടുക്കുന്നു. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞത് ഡയഗ്നോസിസ് ആണ്, അതായത് രോഗനിർണയം. ഓക്കെ, രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ അയാളെ ICUയിൽ കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ചിലപ്പോൾ രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല. കൊണ്ടുവന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ അതും എന്താണ്, ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഇവിടെയാണ്. ഇനി പ്രോഗ്നോസിസ്, പ്രവചനം. അതായത് എന്താണ്, രോഗി ഇപ്പൊ എന്താണ്, രോഗി ഇനി ക്രിട്ടിക്കൽ കണ്ടീഷൻ കവർ ചെയ്യോ അല്ലെങ്കിൽ രോഗി മരിച്ചു പോകുമോ, ഇനി അയാളുടെ ജീവന് വല്ല സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, അവിടെ വെച്ച് തീരുമാനിക്കുന്നത്, അവർക്കൊരു ഇത് കിട്ടുമല്ലോ, ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ ഒരു ICUയിൽ വെച്ചിട്ടാണ്. ഇനി പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻ, അതായത് ഇടപെടലുകളിൽ നിന്ന് സാധ്യമായ നേട്ടം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു ICUയിൽ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതായത് മെഡിക്കൽ സപ്പോർട്ട് ടീം ഉണ്ടാവുമല്ലോ, അതായത് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാകും, എക്യുപ്മെന്റ്സ് ഉണ്ടാകും, പിന്നെ എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് ആ രോഗി ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവോ എന്നുള്ളൊരു ഇതാണ് എന്ത് പറയുന്നത്, ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി ബെഡ് അവൈലബിലിറ്റി, കിടക്ക ലഭ്യത, അതൊരു ഇത് തന്നെയാണ്. അതായത് ICUയിൽ വേണ്ടത്ര ബെഡ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് പേഷ്യൻസിനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബെഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ ഇത്രയും വരെ എടുത്തത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാവാത്തുണ്ടെന്ന് നോക്കിയേ. സ്റ്റാഫിംഗ് ഒടുങ്ങി വായിച്ചോളൂ കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? വായിച്ചു. ഓക്കെ, നിങ്ങളിപ്പോ ഈ എടുത്തു പോകുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ വായിക്കുന്നില്ലേ? റിവിഷൻ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? അല്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇട്ട് നോക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പോയിട്ട് കാര്യമില്ല, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലും അതിനുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ ഇത്രയും എടുത്തല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ECL ICU കുഴപ്പമില്ലല്ലോ? ഇല്ല, ഓക്കെ. ഞാൻ നിങ്ങൾക്ക് പല ടൈപ്സിലുള്ള ICUവിന്റെ നോട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ? തന്നിരുന്നില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU. ഇല്ലേ? ഒന്ന് മറിച്ചു വെക്കേ ബുക്ക്. ഉണ്ടല്ലേ? ഓക്കെ, അതിനകത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാന്ന് നോക്കിയേ നിങ്ങള്. ഈ ഒരു പ്രത്യേകിച്ചുള്ള കോമൺ ടൈപ്സ് ഓഫ് ICUല് വരുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ നോക്കിയേ. പീഡിയാട്രിക് ICU, ആ ന്യൂറോളജിക്കൽ ICU, ആ NICU, ആ സൈക്യാട്രിക് ICU, ആ മൊബൈൽ ICU, ആ ഐസൊലേഷൻ ICU. പിന്നെ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഒക്കെ ഇല്ലേ? ഇതില്ലേ നിയോനാറ്റിലില്ലേ? നിയോനാറ്റിൽ NICU. ആ, അപ്പൊ എന്ത് ചെയ്യാ, ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വരിക. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഒന്ന് എന്ത് ചെയ്യാ, വായിച്ചിട്ട് വരിക കേട്ടോ. നന്നായിട്ട് വായിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. Thank you, teacher. ഓക്കെ. Thank you, teacher.